കോഴിക്കോട് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് നടന്ന മാറാട് കൂട്ടക്കൊലയ്ക്ക് നാളെ 23 വയസ്സ് തികയുകയാണ്. മത്സ്യത്തൊഴിലാളികളായ 8 പേരാണ് 2023 മെയ് 2 വെള്ളിയാഴ്ച രാത്രിയിൽ മാറാട് കടൽക്കരയിൽ ഒരു കൂട്ടം മുസ്ലിം തീവ്രവാദികൾ കൊലപ്പെടുത്തിയത്. മാറാട്ടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാനുള്ള ആസൂത്രിതമായ ഒരു നീക്കമായാണ് ആക്രമികൾ എത്തിയത്. 8 പേരുടെ ജീവനെടുത്താണ് അവർ തിരികെ പോയത്. കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരുമാറിയ ഭീകര സംഘടനയായ NDF-നടക്കമുള്ള സംഘടനകൾക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ കേരള ഘടകവും കേരളത്തിൽ 1993 പ്രവർത്തനം ഈ NDF തുടങ്ങുന്നത്. 2008 മാറാട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കോടതി വിധി പുറത്തുവരുന്നത്. 63 പ്രതികൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നു. വിചാരണ കോടതി ശിക്ഷ ശരിവച്ചുകൊണ്ട് മറ്റ് 22 പ്രതികൾക്ക് കൂടി ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചതോടെ കേരളത്തിലെ അത്യപൂർവ നിയമ പോരാട്ടമായി അത് മാറി. ഒളിവിൽ പോയ 2 പ്രതികൾക്ക് കൂടി മാറാട് പ്രത്യേക കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഈ കേസിലെ സുപ്രധാന വഴിത്തിരിവായി മാറി. പ്രതികൾക്ക് സമ്പൂർണ്ണ സംരക്ഷണം കൊടുക്കുന്ന നിലപാടായിരുന്നു ഇടത് വലതു മുന്നണികൾ എടുത്തതെങ്കിലും ഹിന്ദു സംഘടനകളുടെ ശക്തമായ പിന്തുണയോടുകൂടിയാണ് നിയമ പോരാട്ടം മുന്നേറിയത്. സംഭവത്തെ തുടർന്ന് നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് തോമസ് പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷൻ സംഭവത്തിന് പിന്നിൽ ആഴത്തിലുള്ള ഗൂഢാലോചനയും സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി. CBI അന്വേഷണം വേണമെന്നായിരുന്നു കമ്മീഷൻ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ CBI അന്വേഷണത്തെ ഏത് വിധേനയും ഒഴിവാക്കാനുള്ള ഇരു മുന്നണികളുടെയും നിഗൂഢമായ അജണ്ടയുടെ ഭാഗമായി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയില്ല. പിന്നീട് ഹൈക്കോടതിയിൽ നിരന്തരമായ ഒരു പോരാട്ടം തന്നെ നടന്നു. 2016 അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് 2017 ജനുവരി 19 CBI എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി FIR സമർപ്പിച്ചു. അതായത് CBI എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ FIR പൂർണ്ണമായി സമർപ്പിച്ചു. CBI സംഘത്തിന് ആവശ്യമായ രേഖകൾ നൽകാൻ പോലും സംസ്ഥാന സർക്കാർ അന്ന് തയ്യാറായില്ല. കേരളത്തിൽ മതഭീകരതയെ പിന്തുണയ്ക്കുന്ന ഇരു മുന്നണികളുടെയും തനി നിറമാണ് മാറാട് കൂട്ടക്കൊലയുടെ ചരിത്രം വിളിച്ചു പറയുന്നത്. ആരാധനാലയങ്ങൾ പോലും ആയുധപ്പുരകളാക്കി മാറ്റി നിരപരാധികളെ ഉന്മൂലനം ചെയ്യാനുള്ള മുസ്ലിം ഭീകരതയുടെ കേരളത്തിലെ വളർച്ചയുടെ ചരിത്രം കൂടിയാണിത്. നിയമം, നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഹിന്ദു സമൂഹത്തിന്റെ ഒറ്റക്കെട്ടായ പോരാട്ടത്തിന്റെ കഥ കൂടിയാണ് മാറാട് കൂട്ടക്കൊലയുടെ ചരിത്രത്തിലുള്ളത്.